എന്താണ് എന്റെ വായിൽ ചോര? അത് ഞാൻ ദേവസ്വന്റെ ചാരായി കിടന്നേ ചീട്ട് കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു 3-4 പേരായിട്ട് ഉടക്കിന്നല്ല അവരെന്നെ എടുത്തിട്ട് തല്ലി. ഒന്നുപാടാ. ഞാൻ പറഞ്ഞോ പീറ്ററെ? വരണോന്നോ? അല്ല, മഞ്ജു ഇവിടെ ഉള്ളപ്പോഴേ ഇനി ഞാൻ തല്ലാനൊക്കെ വരുന്നത്. ഓ, നിനക്ക് പെണ്ണായി പടക്കോഴി അല്ലേ? ഇത്രയും കാലം നിന്റെ നേര് പോലെ നിന്റെ കൂടെ എനിക്കിത് കിട്ടില്ലടാ. ഞാൻ അവന്മാരോട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ വന്നത്. എന്നെ തല്ലി കൊന്നാലും ശരി, ഞാൻ അങ്ങോട്ടൊന്ന് പോവാ. എനിക്കിത് കിട്ടില്ലടാ. വണ്ടി കയറി കേറി അതേ നാട്ടിക്കോളാം. അതാ 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 ചോപ്പ് ഷർട്ട്. നീ എല്ലാം കൂടെ ചേർന്നാണോ എന്റെ പീറ്ററെ തല്ലിയത്? ഞങ്ങളാ. എന്ത് പണിയായത്? മാങ്ങാത്തൊടി എടാ, എന്റെ പട്ടിയെ തന്നെ കൂടെ ഇവിടെ ഇട്ട് തല്ലുമ്പോ നിങ്ങൾക്ക് നോക്കി നിൽക്കില്ലല്ലോ. നിന്റെ റാക്ഷാസിനെ അടിച്ചു പൊളിച്ച് ഫുട്ബോൾ കളിച്ചിടാ. ആരാണ് അവിടെ ഉള്ളത്? എടാ പീച്ച് തന്നെ ഈ ഓൾ ഇന്ത്യയിൽ ആരാണോ ഉള്ളത്? ആരാണോ ഉള്ളത്? വാടാ കുട്ടി. ആ മുട്ട ഇവിടെ ഉണ്ട്. കടിച്ചോ. പൊന്നരി വള്ളംപിളിയില് കല്ലെറിയുന്നോളെ അമരത്തിൻ പൂന്തണല് കാത്തിരിക്കുന്നോളെ ഞാൻ ഈ കുറ്റി ഇട്ടിട്ട് വരാം. നീ നടന്നോ? ആ കുറ്റി കൊണ്ട് കുറ്റിട്ടോ. എന്നാ ഈ കുറ്റി പിടി. അന്നടാ മനസ്സിരിക്കട്ടെ, നമുക്ക് 2 രൂപ കൂടെ ചെല്ലാം. അയ്യോ, മഞ്ജു ഉറങ്ങിയില്ല. അയ്യോ, കഷ്ടായി പോയല്ലോ. അപ്പൊ എന്തേ സിസ്റ്റർ ഉറങ്ങഞ്ഞ്? എവിടെയായിരുന്നു ഇത്രയും നേരം? ഉച്ചക്കിറങ്ങി പോയതാണല്ലോ. മഞ്ജു, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഒരു തെറ്റ് ആർക്കും പറ്റൂല സിസ്റ്ററെ. ദൈവത്തിന് പറ്റിയിട്ടുണ്ട്, ദൈവോത്തറിന് പറ്റിയിട്ടുണ്ട്. പിന്നെയാണോ മനുഷ്യനോന്ന് ചോദിച്ച വാസനിക്കുന്നുണ്ടാവും. അതെ, ഓക്കെ. അബദ്ധമാണോ എന്ന് ചോദിച്ചാ അബദ്ധമല്ലാലും നമ്മുടെ പീറ്റർ പാവമാണ്. ഇവനെ ഒരു 3-4 പേര് കൂടെ തല്ലി. അപ്പൊ ഞാന് അന്വേഷിക്കാൻ പോകുന്ന വഴിക്ക് ഒരു ബ്രാൻഡി ഷോപ്പിന്റെ ഉദ്ഘാടനം. എന്റെ ഒരു സുഹൃത്താണ്, അവന്റെ അപ്പൊ ഞങ്ങള് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നേരം മഞ്ജു വളങ്ങുന്നതിന് അയ്യോ ബിജു ഉറങ്ങി. മോനെ ഉറങ്ങിയില്ല സിസ്റ്ററെ? താരാട്ട് ഉറക്കി തരാം കേട്ടോ. കണ്ണും കൂട്ടി ഉറങ്ങിയൽ കണ്ണേ മുന്നായ പൊന്നും മകനെ താരാട്ട് പാടുവാൻ അങ്കിളുണ്ടല്ലോ കണ്ണേ. ഉറങ്ങിണ്ടാവല്ലേ? നീ ഇത്ര മനോഹരമായി പാടുന്ന എനിക്കറിയാൻ പാടില്ല. ഞാനല്ലേ പാടിയത്. അയ്യോ വിശക്കുന്നു. അയ്യോ നമുക്ക് കുളിച്ചിട്ട് ഭക്ഷണം. ഞാൻ കുളിക്കില്ലേ? വേണ്ട, എനിക്ക് കുളിക്കാൻ പോയ. ഞാനേ ഒരാഴ്ചത്തേക്ക് കുളിക്കണം. എനിക്ക് നോലുണ്ടാ. മഞ്ജു എന്താ കഴിക്കാത്ത? പറയുമ്പോ പെങ്ങളെന്തൊന്നും കഴിക്കാത്ത? ഞാൻ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ വലിയ വിലയില്ലെന്ന് എനിക്കറിയാം. മഞ്ജുവിനല്ലാതെ പിന്നെ ആർക്കാ അവിടെ വില? നീ കാര്യം പറ. ജയേട്ടാ പ്ലീസ്, ഇനിമേലിൽ കുടിക്കരുത്, തല്ലുകൂടരുത്. ഇല്ല മഞ്ജു,
ഇനിമേലിൽ ഞാൻ കുടിക്കില്ല, തല്ലും കൂടില്ല. മഞ്ജുവാണ് സത്യം. മഞ്ജു, ജയനാണ് സത്യം. ഞാനും ഇനി ഇതിനൊക്കെ ശ്രമിക്കാം. സത്യം. അയ്യോ, തലയിലെ. ഛി. മൂക്കി കയറാ. ഇത് കഴിച്ചോളൂ. മോനെ 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 പാല് കുടിക്ക. ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് കുറച്ച് നാളായില്ലേ? ആയി. എനിക്ക് ഡാഡി ഒന്ന് കാണണമെന്നുണ്ട്. ഇല്ല, അതൊരിക്കലും സാധ്യമല്ല. നിന്റെ വീട്ടിൽ നിറക്കി വിട്ട ആളാണ്. ഇത്രയും നാളായിട്ട് നിന്നെ പറ്റി ഒരു അച്ഛൻ അന്വേഷിക്കാത്ത ആളാണ്. അയാളെ അങ്ങോട്ട് പോയി കാണുന്ന പ്രശ്നമില്ല എന്നൊക്കെ ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടാണോ ഈ അനുവാദം ചോദിക്കാൻ നിന്നത്? മണ്ടി, ഒരച്ഛന്റെ വികാരവും വേദനയും എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്താ ഇതുവരെ ചോദിക്കാത്തെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ പോണം. സാർ, വരാൻ പറയൂ. ഡാഡി, എന്താ ഡാഡി? ഒന്നുമില്ല. സ്വർഗത്തിൽ സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും സുഖമാണ് ഡാഡി. നാണു നായരെല്ലാം വേണ്ട പോലെ നോക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പോലും എന്തു ചെയ്യും? നിനക്ക് പണം വല്ലതും വേണോ? വേണ്ട ഡാഡി, ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എങ്കിൽ പോയിക്കോളൂ ഡാഡി. അല്പനേരത്തേക്ക് മാത്രം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഭേദം നീ എന്നോടൊപ്പം ഇല്ലോ എന്നോർത്ത് വിഷമിക്കുന്നതാണ്. ശരി ഡാഡി, ഞാൻ പോകുന്നു. കാറ് പോയിക്കോളൂ. വേണ്ട ഡാഡി, ഞാൻ വന്ന ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, നിന്റെ ഇഷ്ടം. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഒരു കുടുംബമൊക്കെ ആയ സ്ഥിതിക്ക് എന്തെങ്കിലും പ്രോഗ്രാം കിട്ടിയില്ലെങ്കിൽ. ജയൻ, നമ്മുടെ തൊഴിലിന്റെ സ്വഭാവം അറിഞ്ഞുകൂടി, കിട്ടുമ്പോൾ കരുതി വെക്കണം. ഇനി ഏതായാലും അടുത്ത സീസൺ വരട്ടെ. ഞാൻ ഈ ഗ്യാപ്പിൽ ഒരു ഫോറിൻ ടൂറിന് പോവുകയാണ്. ഞാൻ ഈ വിവരം പറയാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ ജയൻ, സഹായം വല്ലതും വേണമെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട. വേണ്ട മാസ്റ്റർ, തിരിച്ചു വന്നിട്ട് കാണാം. ശരി. സ്റ്റെല്ലക്കുട്ടി, സ്റ്റെല്ലക്കുട്ടി. ഇത് കണ്ടോ ഒരു എഴുത്ത്? ആരുടെയാ? എന്റെ അളിയൻ മദ്രാസിലുണ്ടെന്ന് ഞാനന്ന് പറഞ്ഞില്ലേ? പുള്ളിയുടെ ബിസിനസിനെ സഹായിക്കാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ എഴുതിയിരിക്കുകയാണ്. പോവാണോ? പിന്നെ പോവാതെ. സ്റ്റെല്ലക്കുട്ടിക്ക് എന്താ ഒരു പ്രയാസം പോലെ? ഇത്രയും നാളും സ്റ്റെല്ലക്കുട്ടിയെന്നും വിളിച്ച് കൂടെ നടന്ന പിറ്റി ഇത്ര വേഗം പോകുമ്പോ. അല്ല,
അതിനെന്താ, ഞാൻ തൂച്ചാനോ ഒറ്റ പോവുകയാണോ? ജീവിക്കാൻ പോവല്ലേ? സ്റ്റെല്ലക്കുട്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത വീട്ടിൽ ഇനിയും ചേന ഭാരമായി നിൽക്കുന്നത് ശരിയല്ല. ഞാൻ പോട്ടെ. ഒന്ന് നോക്ക്, പോട്ടെ. എനിക്കറിയാം, ഞാൻ പോട്ടെ. എനിക്ക് ബിസ്ക്കറ്റ് താ. ആ, 2 പഴം. കണ്ണു കാണാതെ പാവത്തിനോടെ ഇങ്ങനെ ചെയ്യാം. ബിജുവല്ലേ കഴിഞ്ഞോണ്ട് വരുന്നത്? എന്തുപറ്റി? എന്നെ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു. ആരെ? അറിയില്ല. എവിടെ വെച്ചേ? എവിടെ വെച്ച്? പെട്ടിക്കിട. വാ. ഏതോടാ എന്റെ പോലെ ഷർട്ട് വെച്ച് വിളിച്ചത്? അവനോട് ഒന്ന് വേഗം കേട്ടടി. വേഗം കേട്ടേ.
ഫോണിൽ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. മദ്രാസ് പോണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുക. മദ്രാസ് എങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. മദ്രാസ് പോകണം. അച്ഛന്റെ നീ കൂടെ പിടിക്കില്ലടാ. ഗുണം പിടിച്ച് ഞാൻ വേറെ കുടിച്ചോളാം. പോയാലോ എനിക്ക് ചൂടുണ്ട്. മതിയോ മോനെ? മതി ഡാഡി. ആ